ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പോൾ ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ടിപ്പ് അല്ലെ ഒരു ഫേസ് മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമില്ല കേട്ടോ, ഇത് ഞാനും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് അതിലാണ് ഞാൻ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയ, ഞാൻ ഇതൊരു 1 വീക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയ ഒരെണ്ണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചൊന്നുമില്ല. അപ്പം ഇത് നമുക്കിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. അപ്പം അമ്മയുടെ മുഖം കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് നോക്കാം, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം വീഡിയോയിൽ വരാൻ എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞ ആളിതേ ഇരിക്കുന്നു. ഞാൻ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് അരിപ്പൊടി, ഇത് ഇരട്ടി മധുരപ്പൊടി, പിന്നെ ഇത് ചായ വെള്ളം, മറ്റേ പിന്നെ ഗ്രീൻ ടീ തിളപ്പിച്ചത്, തിളപ്പിച്ച് ആറിച്ചിട്ട് വേണം എടുക്കാൻ. അതാണിത്. ഇത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ബൗൾ സാധനം അത്രേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അടിപൊളി ഒരു സ്കിൻ കെയർ സംഭവം ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ വീട്ടിലങ്ങനെ സാധാരണ ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ചാൽ മറ്റേ ഇരട്ടി മധുരത്തിൻ്റെ പൊടി. അപ്പോൾ അത് അങ്ങാടിക്കടയിലോ അല്ലെങ്കിൽ ആയുർവേദ കടയിലൊക്കെ കിട്ടും, വലിയ വിലയൊന്നുമില്ല അതിന്. അപ്പം അതേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഇത് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഇതെല്ലാം കൂടെ. പിന്നെ ചായയുടെ വെള്ളം അത് ആറിയിട്ട് എടുക്കാവുള്ളൂ, തണുത്തിട്ട് എടുക്കാവുള്ളൂ, ചൂടോടെ അത് എടുക്കരുത്, അതേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ചുമ്മാ നമ്മൾ മിക്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷേ നമ്മൾ ചായ വെള്ളം ഒഴിച്ചു. അത് നിങ്ങൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര എടുക്കുക, ക്വാണ്ടിറ്റി ഒക്കെ. അപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാലും അധികം നാൾ ഉപയോഗിക്കേണ്ട, ഒരു കുറച്ച് ഒരാഴ്ചയൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം അരിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം അരിപ്പൊടി. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ഇതെല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എത്രയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ജസ്റ്റ് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത്ര എടുത്താൽ മതി. ഇതിപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അമ്മ ഭയങ്കര വീഡിയോ വരുമ്പോൾ ഭയങ്കര മര്യാദയൊക്കെയാണ്, പക്ഷെ ഇങ്ങനെയല്ല. നിങ്ങൾ കാണുന്നത് വെറുതെയാണ്, ഇങ്ങനെയേ അല്ല, വെറുതെ അഭിനയം. ക്യാമറ കാണുമ്പോഴത്തേന് നമ്മൾ നന്നായി മിക്സ് ചെയ്ത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഒത്തിരി തിക്കാവല്ല, എന്നാൽ ഒത്തിരി വെള്ളം ആയി പോവല്ല, നമുക്ക് ഫേസിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം ആ ഒരു ഇതിൽ. അപ്പോൾ മാക്സിമം ഒരു 7 ദിവസം വയ്ക്കാവുള്ളൂ, 7 ദിവസത്തിൽ കൂടുതൽ വയ്ക്കേണ്ട. ഇത് ചിലപ്പോൾ കേടാവാനൊക്കെ സാധ്യതയുണ്ട്, നമ്മൾ മുഖത്തിടുമ്പോൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. അപ്പം 7 ദിവസമൊക്കെ വെച്ചാൽ മതി. പിന്നെ സാധനം അപ്ലൈ ചെയ്യാം നമ്മുടെ മുഖത്ത്. ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതങ്ങ് ഡ്രൈ ആവുന്ന വരെയാണ് നമ്മളിത് ഫേസിൽ വെക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് ഒത്തിരി അങ്ങ് സ്ക്രബ് ചെയ്യേണ്ട, എന്ന് വെച്ചാൽ ഇതിനകത്ത് അരിപ്പൊടി ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര നമ്മുടെ ചിലപ്പം സ്കിന്നൊക്കെ എന്തെങ്കിലും മുറിയാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് സ്ക്രബ് ചെയ്യേണ്ട, ജസ്റ്റ് നോർമൽ വാട്ടറിൽ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി നമ്മൾ ഡ്രൈ ആയി കഴിയുമ്പോൾ. സോ നമുക്ക് എല്ലായിടത്തും ഒരു നല്ലൊരു തിക്ക് ലെയറായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും. ഞാനിത് കുളിക്കുന്നതിൻ്റെ മുന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു കുളിക്കുന്നതിന് മുന്നേ ഒരു ഡ്രൈ ആവുന്ന വരെ അത്രയും സമയം, അത് കഴിഞ്ഞ് ഞാൻ കുളിക്കുന്ന കൂടി ഇതൊന്ന് കഴുകി കളയും. അങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ ഒക്കെ ചെയ്യാം. ഇത് നല്ലൊരു ഗ്ലോ കിട്ടും, അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവും, നമുക്കത് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കരമായ റിസൾട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് എന്ത് സ്കിൻ കെയർ ആയിക്കോട്ടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയാണ് ഉറപ്പായിട്ടും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, ഷുവറാണത്. അപ്പം ഇത് ഫസ്റ്റ് യൂസ് നമുക്ക് സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ ഒരു ഫീലിംഗ് വരും, അല്ലാണ്ട് ഒരു വലിയ ഗ്ലോയോ അങ്ങനെയൊന്നും കാണത്തില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്യണം, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് എനിക്ക് നന്നായിട്ട് തോന്നിയോണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അങ്ങനത്തെ ഇത് മാത്രമേ ഞങ്ങൾക്ക് ഷെയർ ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ ചെയ്യാതെ ചുമ്മാ കാണുന്നതൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ തല കണ്ടെന്ന് പറയുന്നത് ഭയങ്കര എണ്ണപ്പാടം പോലെ ഇരിക്കുന്നു.
അപ്പടി തന്നെയാണ്. അത് ഞാൻ ഇന്നലെ വേറൊരു ഹെയർ കെയർ ചെയ്തതാണ്. എൻ്റെ ഡാൻഡ്രഫ് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസാണ്. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം അത് യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ അത് നല്ലതാണെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരും. പിന്നെ നമ്മൾ എന്തൊരു സ്കിൻ കെയർ ചെയ്താലും അത് നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ നെക്കിലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കളർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. നമ്മൾ മുഖം മൊത്തം നല്ല വെളുത്തിരിക്കും, കഴുത്ത് ഭയങ്കര വേറെ കളറിലിരിക്കും. സോ നമ്മൾ എന്തോ ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായിരിക്കും നല്ലത്. പിന്നെ ചെവിയുടെ ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഫുള്ളായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നെക്കിലും എല്ലായിടത്തും. സോ നമുക്കിനി ഇത് ഡ്രൈ ആവണം. ഒരു 10-15 മിനിറ്റ് മാക്സിമം വേണ്ടി എടുത്തുള്ളൂ. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ നമുക്കിത് കഴുകിക്കളയാം. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ഞാൻ ഇതേ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു മാറ്റം ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മുഖത്ത് മാറ്റങ്ങളുണ്ട്. ബിക്കോസ് ഞാനിത് 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൂപ്പറാണിത് ശരിക്കും. ട്രസ്റ്റ് മീ, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഗ്യാരണ്ടി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സുന്ദരിമാരുമാകട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ ഇത് കൂട്ടുകാർ സ്കിൻ കെയർ, ഹെയർ കെയർ വീഡിയോസൊക്കെ ഇനി ഒത്തിരി വരും. ഞാൻ ചെയ്യണമെന്നാണ് ഓർക്കുന്നത്. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.